ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ബ്രൂത്ത കാട്ടക്കൻ ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമില്ല, നിങ്ങൾക്കൊരു അറിവിലേക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. നമ്മുടെ AC സംബന്ധമായിട്ട് നമ്മൾ ഈ വണ്ടിയുടെ റീസ്റ്റോറേഷൻ്റെ ഭാഗമായിട്ട് AC ചെയ്തിരുന്നു. അപ്പോൾ AC ചെയ്യാനായിട്ട് AC ചാർജ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് പ്രശ്നങ്ങൾ നേരിട്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി ഒരു 5 വർഷത്തോളം AC ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഗ്യാസ് ഉണ്ടായിരുന്നു. ഗ്യാസ് ബ്ലോക്കായിട്ട് ഈ ഒരു വഴിക്ക് മാത്രം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് കൊണ്ടുപോയിട്ട് എല്ലാം അഴിച്ചു, ക്ലീൻ ചെയ്തു, എല്ലാം പീസാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ആദ്യം തന്നെ വന്ന പ്രശ്നം പറഞ്ഞുതരാം. ആദ്യം തന്നെ ചാർജ് ചെയ്യാനായിട്ട് ഞങ്ങൾ എല്ലാം അഴിച്ച് ക്ലിയർ ചെയ്തിട്ട് പ്രഷർ ടെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഓറിങ്ങുകളൊക്കെ മാറട്ടെ. ഇവിടെ ഓറിങ്ങുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഓറിങ്ങൊക്കെ ഇത് മതേ കണ്ട ഇതുപോലത്തെ ഓറിങ്ങുകളുണ്ടാവും. അപ്പോൾ ഇതാണ് എല്ലാവരും ചോദിക്കില്ലേ, ഉപയോഗിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഓറിങ്ങുകൾ ഇതിനകത്തൊരു വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ചെറിയ ഡ്യൂപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് വരാതിരുന്നത് ഹാർഡായി പോയിട്ടാണ് ഈ ഗ്യാസ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇത് കുറേ നാൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് പോകും. പിന്നെ അതുമാത്രമല്ല ഇതിൻ്റെ പൈപ്പിൻ്റെ അവസ്ഥ കാണിച്ചില്ല. ഇതിൽ കൂടി ഗ്യാസ് ഓടി കഴിയുമ്പോൾ ഇതിലൂടെ ഓയിലും ഗ്യാസും കൂടിയാണ് പോകുന്നത്. ഈ പൈപ്പ് ഇതേമാതിരി പൊട്ടിയേക്കാണ്, ഇതേ കണ്ട. അപ്പോൾ ഈ പൈപ്പ് മാറണം, കാരണം ഈ പൈപ്പ് ഇപ്പോൾ ലീക്ക് ഉണ്ടോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഗ്യാസൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ പോകണേ. അപ്പോൾ ഇത് പോയി. അപ്പോൾ കൂട്ടത്തിൽ ഈ പൈപ്പ് മാറ്റി. അതായത് ഈ 2 പൈപ്പിന് ഒരു 2000 രൂപ താഴെ വില വരുന്നുണ്ട് കേട്ടോ. ഒറിജിനലിന് നല്ല പൈപ്പിന് 2000 രൂപ താഴെ വില വരുന്നുണ്ട്. പിന്നെ ഇത് രണ്ടും മാറ്റി നമ്മൾ ഗ്യാസ് ഒന്ന് വെറുതെ ചാർജ് ചെയ്ത് നോക്കി. അപ്പോൾ തന്നെ സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പമ്പിങ് കുറച്ച് കുറവായിരുന്നു. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഡ്രയർ ബ്ലോക്കായിരുന്നു. ഡ്രയർ കേട്ടാൽ അറിയാൻ പറ്റും കണ്ട, ഇതൊരു കുലുങ്ങനുണ്ട, ആകെ പൊട്ടിപ്പോയി. ഇതിൻ്റെ ഒരു നമ്മുടെ ഇത് കിടപ്പുണ്ട്, എന്താ സിലിക്ക പൊട്ടിപ്പോയി ഡ്രയറിൻ്റെ. അപ്പോൾ ഇത് മാറേണ്ടി വന്നു. ഇതിനൊരു 500, 600, 700 ആ എന്തോ ഒരു റേഞ്ചൊക്കെ ഉണ്ട് ഇതിന് വില വരുന്നത്. അത്രയും വില വന്നിട്ടുണ്ട്. ഈ ഡ്രയർ എന്ന് പറയുന്നത് ഇതാണ്ട, ഈ ഒരു സാധനം ഇപ്പോൾ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. അത് ഈ സാധനം മാറ്റിയിട്ടുണ്ട്, ഇത് പുതിയതാക്കി. അപ്പോൾ ഇതാണത് ഐറ്റം. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ബ്ലൈൻഡായിട്ട് ഇതൊന്ന് അഴിച്ചു നോക്കി. കാരണം ഇത്രയൊക്കെ അഴുക്ക് ഇതിനകത്ത് കറുത്ത ഓയിലാണ് വന്നിരുന്നത്. അപ്പോൾ ഈ കറുത്ത ഓയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തായാലും കംപ്രസർ ഓടി ആകെ ഇതായിട്ടുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ഇതിനകത്ത് എക്സ്പാൻഷൻ വാൽവ് അഴിച്ചപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഉണ്ടോ, ഇതിൻ്റെ അകത്ത് നിറച്ച് അഴുക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് മാറേണ്ടി വന്നു. ഇതിനൊരു 800 രൂപ റേഞ്ച് വില വന്നു. അപ്പോൾ ഇത് മാറണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ക്ലീൻ ചെയ്തൊക്കെ നോക്കി, പക്ഷേ എന്നാലും ചെറിയൊരു അഴുക്കുണ്ടെന്നുണ്ടെങ്കിലും ഇത് നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞ് ഓട്ടത്തിൽ ചിലപ്പോൾ ഇത് ബ്ലോക്കാവും. അങ്ങനെ ഇത്ര സാധനം മാറ്റേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് ചാർജ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ട് സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നില്ലെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയിൽ ഇതിന് മുമ്പ് ഗ്യാസ് ചെയ്തിരുന്ന സമയത്ത് ഓയിൽ ഒഴിച്ചിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ ഓരോ പ്രാവശ്യം ഗ്യാസ് ചാർജ് ചെയ്യുമ്പോഴും കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഒരു 90 ml ഓയിലാണ് ഫുള്ളായിട്ടുള്ളത്, എന്നാലും കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണമായിരുന്നു. അങ്ങനെ കൊടുക്കാതെ ഓടിയിട്ടായിരിക്കും ഈ കംപ്ലയിൻറ്റ് വന്നേക്കണേന്നാണ് തോന്നണത്. കാരണം ഇതിൻ്റെ കംപ്രസർ ഓടി ഇത്തിരി ഇതായിട്ടുണ്ട്, ഇത്തിരി ശബ്ദവുമുണ്ട്. അപ്പോൾ AC കാര്യം ശ്രദ്ധിക്കുക കേട്ടോ, കാരണം AC നമ്മൾ പ്രോപ്പറായിട്ട് നോക്കണം, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ഇത്ര ഐറ്റംസ് മാറേണ്ടി വന്ന് നോക്കുക. അപ്പോൾ ഇതിൻ്റെ പൈപ്പുകൾ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം പ്രഷർ പൈപ്പ് ഉണ്ട്, 2 പൈപ്പ് ഉണ്ട്. അതായത് കംപ്രസറിൽ നിന്ന് 2 വന്ന പൈപ്പാണിത്. ഈ എക്സ്പാൻഷൻ വാൽവ് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ ഇവാപ്പറേറ്റർ കോയിലിന് അടുത്തിരിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇത് മാറേണ്ടി വന്നു. അപ്പോൾ AC നമ്മളെപ്പോഴും നോക്കണം. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു മിനിമം 2 കിലോമീറ്ററിൽ AC ഇട്ട് വണ്ടി ഓടിക്കണം. കാരണം ഓടിക്കൊണ്ടിരിക്കുന്ന AC ആണെങ്കിൽ ഒരു പ്രശ്നവും വരില്ല, അത് നിന്നോളും. നമ്മൾ ഓടിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ AC ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇതിന് ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നു. അപ്പോൾ അതാണ് ACയുടെ നമ്മൾ മെയിൻ്റനൻസിന് ചെല്ലുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല എത്ര ചിലവ് വരുമെന്ന്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു അറിവിലേക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഇത്രയും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക, AC ചാർജ് ചെയ്യുമ്പോൾ ഓയിൽ ഒഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഓയിലില്ലാതെ ഒരിക്കലും AC ചാർജ് ചെയ്യരുത്. അപ്പോൾ അങ്ങനെ കിടന്ന് ഓടിയിട്ടായിരിക്കും കംപ്രസർ. അങ്ങനെ കിടന്ന് ഓടി എന്തുവെന്ന് വെച്ചാൽ കംപ്രസർ ഓട്ടോമാറ്റിക് ഓയിലില്ലാണ്ട് ഓടിക്കഴിഞ്ഞാൽ തേയ്മാനം വരും. പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, പമ്പിങ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങളൊക്കെ മാറിയിട്ടാണ് ഈ വണ്ടിയുടെ AC ശരിയാക്കിയേക്കണം. കണ്ടോ, ആൾമോസ്റ്റ് ഇത്രയും സാധനങ്ങൾ നമ്മൾ മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരാനായിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ, വെറുതെ ഒരു ഇൻഫർമേഷൻ എന്നുള്ള നിലയ്ക്ക്. കാരണം AC സംബന്ധമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വണ്ടിക്ക് വരുന്നതിൻ്റെ പേരിലും തണുപ്പൂർവ്വം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതിൻ്റെ പേരിൽ നമ്മൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.